അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കസിൻ്റെ കല്യാണം വരുന്നുണ്ടെന്ന്. അപ്പോൾ എന്തേലും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സർപ്രൈസൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ട് മാഷാല്ലാ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മളെ കല്യാണത്തിനും ചക്കരൻ്റെ കല്യാണത്തിനൊക്കെ ബുർജ് ഖലീഫയും പിന്നെ എന്താ പറയുക കുറേ മിഠായി കാര്യങ്ങൾ, പിന്നെ മോളെ നെയ്മിങ് സെറിമണി ഒക്കെ ഇതാക്കിയത്. പിന്നെ ബുർജ് ഖലീഫ പോലെ മിഠായി ഒക്കെ സെറ്റ് ചെയ്ത് തന്നു. പിന്നെ മോളെ നെയ്മിങ് സെറിമണി അതിനൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നത് ഷുഗർ ഫിൽസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പോലെ മഞ്ചേരി ഷോപ്പിലാണ്. കോട്ടക്കലും പെരിന്തൽമണ്ണയൊക്കെ ഷോപ്പ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ഗിഫ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ ഗിഫ്റ്റ് വരുന്നത് കേട്ടോ. മാഷാഅല്ലാഹ് ഒരു പൊക്കിയുണ്ട്, ഇങ്ങനെ സംഭവം ഉണ്ട്. നല്ല അടിപൊളി ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. ഗ്രൂം ട്യൂബിലെ സ്പെഷ്യലാണ് അത്. മീശൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് വെക്ക് നോക്കട്ടെ. സംഭവം ആണുങ്ങൾക്ക് വെക്കാനുള്ള അതല്ല, കണ്ണട എടുത്ത് വെക്ക്. അതിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോ ഇനി അടുത്ത ട്രെൻഡ് ആവാൻ പോണ സാധനമാണ് സംഭവം. ഡാങ്കിനി മാ ജയിക്കണേ. ആരാ 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 ആരാത് ആരാ? നല്ല പരിപാടിക്ക് ഉഷാറാവട്ടെ. ചെക്കന്റെ പേരെന്താണ്? കുഞ്ഞാവ. പെണ്ണിന്റെ പേര് പൊന്നു. ഷുഗർ ഫീൽസ്. അപ്പൊ പെങ്ങള് കൊടുക്കണ സമ്മാനമാണ് അല്ലേ? അങ്ങനെ നമ്മളെ കണ്ണാടിയും ഇതൊക്കെ കണ്ട് അല്ലേ? നമുക്ക് വേണോ ഗ്രൂപ്പ് ടി വി വേണോ? ഗ്രൂപ്പ് ടി വിക്കുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. നിങ്ങളിപ്പോൾ ഏത് ബ്രൈഡിന് വേണ്ട ഏത് കളറ് ഡ്രസ്സാണെങ്കിലും ആ ടൈപ്പിലുള്ള ബലൂണും ഇവിടെ ഉണ്ട്. ഇനി കണ്ണട വേണമെങ്കിൽ കണ്ണട ഉണ്ട്, ഒട്ടിക്കാനുള്ള സാധനം ഉണ്ട്, വീർപ്പിക്കാനുള്ള സാധനം ഉണ്ട്. ഇത് എല്ലാം ഇത് ഒന്നും ഒട്ടിക്കാം. പർച്ചേസ് കഴിഞ്ഞ് സാധനങ്ങളും വാങ്ങി. ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ നിൽക്കുന്നില്ലേ, അതെല്ലാം ഇവിടുന്ന് കിട്ടി ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളെ സാധനങ്ങളൊക്കെ വാങ്ങി ഒക്കെ സെറ്റ് ചെയ്ത് ടിക്കി അടയ്ക്കാം. അങ്ങനെ ഇതാ ഗിഫ്റ്റൊക്കെ കിട്ടി നമ്മൾ വീട്ടിലെത്തിയിട്ടോ. അങ്ങനെ എന്താ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ പരിപാടി ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ വീട്ടിൽ പൈൻറ്റിങ്ങും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പം ആ ഓനൊന്ന് സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും എന്താ കസിൻസ് എല്ലാവരും കൂടി എൻ്റെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇനി അങ്ങനെ വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു 2 ഗിഫ്റ്റ് ഓന് കൊടുത്ത് ജസ്റ്റ് ഞങ്ങൾ ബലൂണൊക്കെ വെച്ചൊന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്, കർട്ടനൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഓന് കുറച്ച് നേരത്തെ എത്തിയപ്പോൾ ഞങ്ങൾ ഓനെ വല്ല മുകളിലത്തെ റൂമിലാക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരരുതിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുള്ള് സെറ്റാക്കിയതിന് ശേഷം കേട്ടോ ഓനെ വിളിച്ചത്. എന്തായാലും മാഷാഅല്ലാഹ് ഗിഫ്റ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആങ്ങളമാർക്കോ അല്ലെങ്കിൽ പെങ്ങന്മാർക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ അങ്ങനത്തെ ഗിഫ്റ്റൊക്കെ എന്തായാലും കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെന്താ 24-ാം തീയതിയാണ് നമ്മളെ കല്യാണം വരുന്നത്. അപ്പോൾ അതിന് നമ്മളെ കോഡ് ഗ്രീൻ കളറാണ്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സൊക്കെ എന്തായാലും സെറ്റാക്കി ഇനി കുറച്ച് സാധനങ്ങളൂടെയൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ പണ്ടത്തെ ആ ഒരു കല്യാണത്തിൻ്റെ രസമൊന്നും ഇപ്പോഴത്തെ കല്യാണത്തിനൊന്നും ഇല്ല. പണ്ടൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഏതായാലും ഞങ്ങളെ തറവാട്ടിലെ അവസാനത്തെ കല്യാണമാണ്. അടിച്ച് പൊളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ കാര്യമായിട്ട് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എന്താ പറയുക ക്ലിപ്പിങ്സൊക്കെ എടുത്ത് വെച്ചതിന് കേട്ടോ. അങ്ങനെ ജസ്റ്റ് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ജസ്റ്റ് ബ്ലാക്ക് ഡ്രസ്സ് ഇടാൻ പറഞ്ഞു കേട്ടോ. എല്ലാവരും കൂടെ പറത്ത് അങ്ങനെ എന്തെങ്കിലും ഇടാൻ ഒരു രസമല്ലേ, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ ഇതാക്കി എന്തായാലും അവന് കൊടുത്ത് അവനതൊക്കെ ഇഷ്ടമായി.